കായംകുളം നഗരസഭയിൽ ശൗചാലയ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പേരിൽ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും ചേർന്ന് ലക്ഷങ്ങളുടെ കമ്മീഷൻ ഈടാക്കിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നഗരസഭ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. കെപിസിസി സെക്രട്ടറി ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭയിൽ ശൗചാലയ മാലിന്യ സംസ്കരണ മൊബൈൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും ചേർന്ന് ലക്ഷങ്ങളുടെ കമ്മീഷൻ ഈടാക്കിയെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി നഗരസഭാ സെക്രട്ടറിയും ചെയർപേഴ്സണും ചേർന്ന് കായംകുളം നഗരത്തെ കട്ടുമുടിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. ചെയർപേഴ്സൺ രാജിവെച്ച് വിജിലൻസ് അന്വേഷണം നേരിടണമെന്നും മാർച്ചിൽ ആവശ്യമുയർന്നു. കെപിസിസി സെക്രട്ടറി ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു. 13.5 മില്യൺ പോപ്പുലേഷനുള്ള ഒരു കോർപ്പറേഷനാണ് ബാംഗ്ലൂർ സിറ്റി. ഇന്ത്യയിലെ 5ാമത്തെ ജനസംഖ്യയിൽ 5ാമത്തെ വലിപ്പമുള്ള കോർപ്പറേഷനാണ് ബാംഗ്ലൂർ. ആ ബാംഗ്ലൂരിൽ അവര് പ്രവർത്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരവിടെ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവര് ഇത് ശേഖരിക്കാനുള്ള മൊബൈൽ ശൗചാലയ മാലിന്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ കോർപ്പറേഷനെയും കായംകുളത്തെ ഈ 17,000 വീടുകളുള്ള ഇവിടുത്തെ കൂടി വന്നാൽ ഒരു 50,000 അല്ലെങ്കിൽ 60,000 ജനസംഖ്യ കാണും. ഇതുമായി നിങ്ങൾ കമ്പയർ ചെയ്തതിന്റെ എന്താണ് ഈ സെക്രട്ടറി എന്ന് പറയുന്ന വിദ്വാന്റെ ഈ ശാസ്ത്രജ്ഞനായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന്റെ ആ ഒരു വീക്ഷണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇവിടെ ഈ പട്ടണത്തിന് അനുയോജ്യമല്ലാത്ത ഒരു സംവിധാനമാണ് നിങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വാങ്ങിച്ച വാഹനത്തിന്റെ വില 8,79,103 രൂപ മാത്രമാണ്. യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ശൗചാലയ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ കമ്മീഷൻ ഈടാക്കിയ ഒരു നഗരസഭയുടെ അധ്യക്ഷയാണ് ഇന്ന് കായംകുളം നഗരം ഭരിക്കുന്നത്. നമുക്കറിയാം ഈ നഗരത്തിന്റെ എത്ര ആളുകൾ താമസിക്കുന്ന വീടുകളാണ് ഈ നഗരത്തിലുള്ളതെന്ന് നമുക്കറിയാം. ആ വീടുകളുടെ എണ്ണമെടുത്തിട്ട് ഓരോ വീടിനും കമ്മീഷൻ ഈടാക്കേണ്ടി വന്ന ഗതികെട്ട ഭരണമാണ് ഈ കായംകുളം നഗരസഭയുടേത്. ശൗചാലയ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പേരിൽ എത്രയൊക്കെ കമ്മീഷൻ അടിച്ചിട്ടുണ്ടോ ആ കമ്മീഷനൊക്കെ തിരിച്ചു വെക്കുന്നത് വരെ യൂത്ത് കോൺഗ്രസ് പോരാട്ടം തുടരുമെന്ന് ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ്. 27 ലക്ഷം രൂപ നമ്മൾ ആലോചിച്ച് നോക്കണം. കായംകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ ഇല്ലാത്ത അമിതാധികാരം, അഴിമതി നടത്തുന്നതിന് വേണ്ടിയുള്ള അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് 27 ലക്ഷം രൂപ കൊടുത്തത്. ഇവിടെ അഡ്വാൻസായി 27 ലക്ഷം രൂപ കൊടുക്കുന്നു. ആലപ്പുഴയിൽ ഇതുപോലെ 2 വാഹനങ്ങളുണ്ട്. ഞങ്ങൾ പോയി കണ്ടു. ഈ 2 വാഹനങ്ങളും കട്ടപ്പുറത്തിരിക്കുകയാണ്. ഒരു ദിവസം പോലെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിത ബാബു, സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്തിയൂർ, നൌഫൽ ചെമ്പകപ്പള്ളിയിൽ, DCC സെക്രട്ടറി AP ഷാജഹാൻ, നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈൻലാബ്ദീൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സാജിദ് ഷാജഹാൻ, നിതിൻ A പുതിയിടം, ആസിഫ് സെലക്ഷൻ, കൃഷ്ണ അനു, ആകാശ് തഴേശ്ശേരിൽ, ബിജു നസ്രുള്ള, M നൌഫൽ, വള്ളിയിൽ റസാക്ക്, അസിം നാസർ, ഹാഷിർ പുത്തൻകണ്ടം, രാകേഷ് പുത്തൻവീടൻ, ഹാഷിം സേട്ട്, ലുക്മാൻ, റിയാസ് മുണ്ടകത്തിൽ, ഇബിനു സീരി, ആദർശ മഠത്തിൽ, സുഹൈൽ ഹസൻ, സുറുബി ഷാഹുൽ, അക്ഷയ് തയ്യിൽ, ആശിഷ്, നൌഫൽ, ഷാനവാസ്, രേഖ, ആശ, ശ്രീകൃഷ്ണൻ, രജിത എന്നിവർ നേതൃത്വം നൽകി. CDnet ന്യൂസ്, കായംകുളം.